മക്കളെ, ഇന്ന് എല്ലാവരും ഹിന്ദി എക്സാം കഴിഞ്ഞു വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാവും എന്ന് കരുതുന്നു. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നിങ്ങൾക്ക് ഏകദേശം ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺസാ പ്രസ്താവ് സഹി ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നടുക്കെടുക്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, അതാണ് ആൻസർ. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം. യഹാം നടുക്കെടുക്കെ രോനേക്ക ക്യാ കാരണം എന്താ? ഇവിടെ നടുക്കെട് കരയാനുള്ള കാരണം എന്താണ്? ബായി ഗർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോഗെ യഹ് സോച്ച്കർ നടുക്കെട് രോനെ ലഗ. അല്ലേ? വീട്ടിൽ പോയിട്ട് സഹോദരൻ അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയും, അത് ഓർത്തപ്പോഴാണ് അവൻ കരയാൻ തുടങ്ങിയത്. അല്ലേ? അത് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി അടുത്തത് നോക്കാം. कहानी के इस प्रसंग के നടുക്കട് और ജഡ്പട് के बीच की സംഭാവിത ബാത്ചീത് ലിഖിയേം. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കഹാനിയുടെ ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സംഭാഷണം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ ഈ വാർത്താലാപ് വരുന്നുണ്ട്. ആ വാർത്താലാപ് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ വാർത്താലാപ് എഴുതേണ്ടത്? ജഡ്പട് പറയാ, നടുക്കട് ഓർ കഹാനി, നമ്മൾ ഇതൊന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക അറിയാം. കരഞ്ഞുകൊണ്ട് മാംസ ശിക്കായത്ത് കരോगे अगर नहीं तो जड़पड़ के बंद हो गया मुझे कागज की नाव बनाना नहीं आता. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് ജഡ്പട് പറയാണ്, തും ക്യോം രോ രഹാ ഹേ, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കല്ലേ ജഡ്പടിനെ. അപ്പൊ നടുക്കട് പറയുന്നു, തും ഗർ ജാക്കർ മാംസേ ശിക്കായത്ത് കരോगे, നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് പരാതി പറയുമോ? അപ്പോ നടുക്കട് പറയാണ്, നെഹീം കരോഗി, ഇല്ല, അങ്ങനെ ചെയ്യില്ല, അങ്ങനെ പറയുന്നു. പിന്നെ നടുക്കട് പറയാണ്, നടുക്കട് എന്താ പറയാ, മുझे തൈർനാ നെഹി ആത്ത, എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നടുക്കട് ജഡ്പടി ചോദിക്കുകയാണ്, മുझे കാഗസ് കി നാവ് ബനാന നെഹി ആത്ത, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല, നീ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താണ്, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുന്നു. അതിനെന്താണെന്നൊക്കെ ചോദിക്കുന്നത് ഈ പാരഗ്രാഫിലുണ്ട്. ഉസ്മേ ക്യാ ഹേ, അതിനെന്താണ്, ഞാൻ പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ പറയുന്നു അല്ലേ. അങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ തയ്യാറാക്കുക. ഏകദേശം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വാർത്താലാപ് തയ്യാറാക്കിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കഹാനി കി ഘടനാവോ കെ ക്രമബന്ധ് കർക്കെ ലിഖിയും. ഈ തന്നിരിക്കുന്ന ഘടന ഉണ്ടല്ലോ, ഇതിന് ആദ്യം ഏതാണോ, അതായത് ക്രമത്തിൽ എഴുതുക, ഓർഡർ ആയിട്ട് എഴുതുക, അതാണ് പറഞ്ഞത്. നടുക്കട് നദിമേ കാഗസ് കി നാവ് ബഹാത്താ ഹെ. ഒന്നാമതായിട്ട് നടക്കുന്ന സംഭവം എന്താണ്? നടുക്കട് നദിയിൽ കടലാസ് തോണി ഒഴുക്കുന്നു അല്ലേ. രണ്ടാമതായിട്ട് എന്താ നടക്കുന്നത്? ചോട്ടാ ബായി നദിമേ ഗിർ ജാത്താ ഹെ. കടലാസ് തോണി ഒഴുക്കിയതിന് ശേഷം നമ്മുടെ നടുക്കട് എന്ത് ചെയ്യുന്നു? നദിയിലേക്ക് വീണു പോകുന്നു. ചോട്ടാ ബായി നദിമേ ഗിർ ജാത്താ ഹെ. അടുത്തത് എന്താണ്? നടുക്കട് കി ജാൻ ജഡ്പട് ബചാത്താ ഹെ. അങ്ങനെ വെള്ളത്തിൽ വീണ സമയത്ത് നടുക്കടിനെ ആര് രക്ഷിക്കുന്നു? ജഡ്പട് രക്ഷിക്കുന്നു. അടുത്തതോ, ദോനോ ബായി താലാബ് ഗിട്ടി പൗരാത്ത ഹെ. രണ്ട് സഹോദരന്മാരും ലാസ്റ്റ് എന്താണ്, രണ്ടുപേരും വെള്ളത്തിലേക്ക് ഗിട്ടി എറിയുന്നതാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ അതാണ് ഓർഡർ ആയിട്ട് ഇങ്ങനെയാണ് വരിക. 1, 2, 3, 4 ഇങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗർ കഹാനി കാ യഹ് അംശ് പഠേം ഓർ. 4 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതൊന്നും എഴുതേണ്ടത്. ഗർ എന്ന കഹാനിയുടെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദോടി ദേർ കെ ലിയെ ജഗത്തെ ഹേ जागते हैं तो किताब उठाकर पढ़ने लग जाते हैं, सच पूछो तो वे बहुत थोड़ी सी जगह लेती है इस मकान में, हमारी तरह दीवारों खिड़कियों या छत से उनका घास लेना देना नहीं है, तदैया ने कहा. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. തദയ്യ യഹാം കിസ്കെ ബാരെ മേം ബാത്ത് കർ രഹി ഹേ. തദയ്യ ഇവിടെ ആരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? ഈ വീട്ടിൽ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം തങ്ങാറുള്ളൂ, കുറച്ച് സ്ഥലം മാത്രമേ എടുക്കാറുള്ളൂ, നമ്മളെ പോലെ മേൽക്കൂരയൊന്നും അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ തദയ്യ. ഈ തദയ്യ ആരെ കുറിച്ചാണ് പറയുന്നത്? ആരെ കുറിച്ചാണ്? നമ്മുടെ ഫർഹാദിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഫർഹാദ് കെ ബാരേമേ. അടുത്തത് നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ശരിയായിട്ടുള്ള വികൽപ്പ് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഉനുക്ക എന്നതിന്റെ ശരിയായ രൂപമാണ് ചോദിച്ചത്. വേ പ്ലസ് ക, ഇതാണ് ഉനുക്ക എന്നതിന്റെ ശരിയായ രൂപം. വേ പ്ലസ് ക. വേ ബഹുവചനമാണ്,
ആണ്. അതുകൊണ്ടാണ് ഉ എന്നതിൻ്റെ അടുത്ത് ന എന്ന് വന്നത് അല്ലേ. വഹ ആണ് വരുന്നതെങ്കിൽ ഉ എന്നതിൻ്റെ അടുത്ത് സായാണ് വരിക. വഹ് വരുമ്പോൾ ഹ വന്നത് കൊണ്ട് സ എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പൊ വഹ അല്ല വേയാണ്. വേ വരുമ്പോ എന്താണ് ഉനുക്ക. ഉ പിന്നെ ന ഉനുക്ക. ഇനി അടുത്തത് നോക്കാം. കോഷ്ടകസേ കോഷ്ടകസേ സഹി ശബ്ദ ചുൻകർ വാക്യക്കോ ആകെ ബഡായെ. അതായത് വാക്യ പിരമിഡാണത്. വാക്യ പിരമിഡ് ചെയ്യാനാണ്. റോസ് ധ്യാനസേ. ഫർഹാദ് പഠ്തേ ഹേ. ഫർഹാദ് വായിക്കുന്നു. ഫർഹാദ് കിതാബ് പഠ്തേ ഹേ. ഫർഹാദ് പുസ്തകം വായിക്കുന്നു. ഇവിടെ പിന്നെ തന്നിരിക്കുന്ന ശബ്ദ റോസ് നിത്യവും എന്നും ധ്യാനസേ ശ്രദ്ധയോടെ. നിത്യവും ശ്രദ്ധയോടെ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ആ ശബ്ദമാണ് ഇവിടേക്ക് എടുത്തിട്ട് സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്? ഫർഹാദ് കിതാബ് പഠ്തേ ഹേ. ഫർഹാദ് നിത്യവും പുസ്തകം വായിക്കുന്നു അല്ലേ. ഫർഹാദ് റോസ് കിതാബ് പഠ്തേ ഹേ. ഫർഹാദ് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? റോസ് എന്ന് എഴുതണം. ഫർഹാദ് നിത്യവും പുസ്തകം പഠിക്കുന്നു, പുസ്തകം വായിക്കുന്നു. പിന്നെന്താണ്? ഫർഹാദ് റോസ് ധ്യാൻസേ. ഫർഹാദ് നിത്യവും ശ്രദ്ധയോടെ പുസ്തകം വായിക്കുന്നു. ഫർഹാദ് റോസ് ധ്യാൻസേ കിതാബ് പഠ്തേ ഹേ. ഇനി അതല്ല നിങ്ങൾ ഒന്നാമതായിട്ട് ഇതെല്ലാം എടുത്തത്, ഒന്നാമത് ധ്യാൻസേ എന്നാണ് എടുത്തതെങ്കിലും ശരിയാണ്. ഈ രണ്ട് ശബ്ദവും ഈ രണ്ട് സെന്റൻസിൽ എവിടെ വെച്ചാലും ശരിയായിട്ട് തന്നെയാണ് വരിക. അതായത് അത് എവിടെയാണോ ആ സെന്റൻസ് ശബ്ദം പ്രയോഗിക്കേണ്ടത്, ഈ സെന്റൻസിൽ എവിടെയാണോ വെക്കേണ്ട സ്ഥാനം ശരിയായാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ അതാ നിങ്ങൾ ചെയ്തത്. ഇനിയിപ്പോ ഫർഹാദ് ധ്യാനസേ എന്നാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ശരിയാണ്. ഫർഹാദ് ധ്യാനസേ കിതാബ് പഠ്തേ ഹേ എന്ന് ചില കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് കേട്ടോ. ഫർഹാദ് ധ്യാൻസേ കിതാബ് പഠ്തേ ഹേ. പിന്നെ ഫർഹാദ് റോസ് ധ്യാനസേ കിതാബ് പഠ്തേ ഹേ. ഓക്കെ. ഇനി അടുത്തത് കഹാനി കെ ആധാർ പർ ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. കഥയുടെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള 4 പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഫർഹാദ് കെ ഗർമേ ചിപ്പക്കലി ഖുഷ് ഥി. ഫർഹാദിന്റെ വീട്ടിൽ ചിപ്പക്കലി ഹാപ്പി ആയിരുന്നു. ശരിയല്ലേ. അടുത്തത് ഫർഹാദ് ചിപ്പക്കലിയോ കോ ഹമേശ ഭഗാത്തേ ഥേ. ഈ ഫർഹാദ് പല്ലികളെ എപ്പോഴും ഓടിക്കുമായിരുന്നു. എവിടെ കണ്ടാലും പല്ലികളെ ഓടിച്ചു വിടും. ശരിയാണോ? അല്ല. ഫർഹാദ് ഗർമേ ബഹുത്ത് കം ജഗഹ് ലേത്തേ ഥേ. ഫർഹാദ് വീട്ടിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉപയോഗത്തിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിയാണ്. ഫർഹാദ് സഹജീവിയോം സേ ക്രൂരതാ ദിഖാത്തേ ഹേ. ഫർഹാദ് സഹജീവികളോട് ക്രൂരമായിട്ട് പെരുമാറുന്നു. ക്രൂരത കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ശരിയാണോ? അല്ല. അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഈ നീല റൗണ്ട് ഇട്ടത് തെറ്റാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഈ നീല റൗണ്ട് ഇട്ടത് തെറ്റാണ്. ബാക്കിയൊക്കെയാണ് ശരിയായിട്ടുള്ളത്. ഫർഹാദ് വാചന്മേ രുചി രക്തേ. ഫർഹാദ് വായനയിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ശരിയാണ്. ഫർഹാദ് ഗർമേ ബഹുത്ത് കം സമയ രഹത്തെ ഹേ. ഫർഹാദ് വീട്ടിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബാക്കി സമയമൊക്കെ അദ്ദേഹം വീട്ടിലുണ്ടാവാറില്ല, പുറത്തായിരിക്കും എല്ലാ സമയവും. പക്ഷെ കുറച്ച് സമയം മാത്രം, രാത്രി കുറച്ച് സമയത്തേക്ക് മാത്രം ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഫർഹാദ് അവിടെ വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഫർഹാദ് ഏറ്റവും കുറച്ച് സമയം മാത്രമേ അവിടെ തങ്ങാറുള്ളൂ. ശരിയാണ്. ഇനി അടുത്തത് ഫർഹാദ് കി ചരിത്രഗത വിശേഷതാവോം പർ ടിപ്പണി ലിഖേം. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി ചോദിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പൊ അതും ആണ് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി എഴുതിയവര് ഒന്ന് കമന്റ് ചെയ്യണം. ഇത് ഓർഡർ ആയിട്ട് എഴുതിയവരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. बहुत दिनों के बाद കവിത की ये पंक्तियां പഠേം और 8 മുതൽ 11 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് എഴുതാൻ പറഞ്ഞത്. बहुत दिनों के बाद എന്ന കവിതയിൽ നിന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. വിശേഷൺ ശബ്ദ ചുൻകർ ലിയേ. ബഹുത്ത് അല്ലേ. താൻ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ഫസൽ വിളവാണ്, ദാൻ പറഞ്ഞ ധാന്യമാണ്, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അധികം എന്നുള്ള അർത്ഥം. അപ്പൊ വിശേഷൺ ശബ്ദ ബഹുത്താണ് വരുന്നത്. സമാൻ ആശയവാലി പങ്ക്തി കവിതാംശേ സുൻകർ ലിഖി. ഗേത്ത് സ്വർണവർണി ഫസലോം സേ സമൃദ്ധ ഹേ. വയല് സ്വർണവർണി ഫസലുകളാൽ സമൃദ്ധമായിരുന്നു എന്ന് അർത്ഥം സൂചിപ്പിക്കുന്ന വരി ഏതാണ് എന്നാ ചോദിച്ചത്. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. വിളഞ്ഞ വിളവുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചിരിക്കുന്നു. വിളവുകൾ, പാകമായ വിളവുകൾ മനോഹരമായി ചിരിക്കുന്നു എന്നതിന്റെ മീനിങ് എന്താണ്?
പക്കി സുഹേലി ഫസലോं കി മുസ്കാൻ, വയലില് വളരെയധികം എന്താ പറയുക സമൃദ്ധമായിട്ട് വിളവുകൾ ഉണ്ടായിരുന്നു, സ്വർണ്ണ നിറത്തില് എന്നാണ്. അതാണത്. ഇനി അടുത്തത് നോക്കാം. कवि ने किसकी आवाज को कोकिलकंडी तान कहा है? കുയിലിന്റെ ശബ്ദം എന്ന് പറയുന്നുണ്ടല്ലോ, ആരുടെ ശബ്ദത്തിനാണ്? കിശോരിയോങ്കി അല്ലെ, കിശോരിയോങ്കിയാണ് ശരി. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖിയും, കവിതയുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കവി പരിചയം നൽകിക്കൊണ്ട് കവിതയുടെ ആശയം എഴുതുക. വളരെ സിമ്പിൾ ആണല്ലേ. ബഹുത്ത് ദിനോക്കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം കവി നാട്ടിലെത്തി, നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പൊ അതിന് 4 മാർക്കാണ് അതിനുള്ളത്. കവിതയുടെ ആശയം എഴുതിയാല് കവിതയുടെ ആശയം എഴുതിയവർ കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൂലോं की पहचान से, സോറി ഞാൻ എവിടെ എത്തി, നദിക്ക് കിശോരിയോങ്കി നമ്മൾ നോക്കി, കവിതയുടെ ആശയം നോക്കി. ഫൂൽ കവിത की ये पंक्तियां पढ़ें और ഫൂൽ എന്ന കവിതയുടെ വരികൾ വായിച്ചിട്ട് 12 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ഇത് വായിക്കുക. എന്നിട്ട് താഴെ ഫൂൽ കവിത കെ കവി കോൻ ഹേ, ആരാണ്? രാംധരസ് മിശ്ര. അടുത്ത നോക്കാം. കവിക്ക് റായ് മേ ബച്ചേ യഹാ കിസ്സേ വഞ്ചിത് ഹോ ഗയേ ഹേ, കവിയുടെ അഭിപ്രായത്തിലെ കുട്ടികൾ ഇവിടെ എന്തിനാണ് വഞ്ചിതരായി കൊണ്ടിരിക്കുന്നത്? ഫൂലോं की पहचान से, പൂവിനെ തിരിച്ചറിയുന്നതിൽ അല്ലേ. അടുത്തത്, വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസിനെ പ്രകൃതി സബ്കാ ഘർ എന്ന സന്ദേശ് ദേനെ വാലി പോസ്റ്ററാണ് ചെയ്യാൻ പറഞ്ഞത്. പ്രകൃതി സബ്കാ ഘർ എന്ന സന്ദേശ് ദേനെ വാലി പോസ്റ്ററാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ തന്നെ തന്നിട്ടുണ്ട് സന്ദേശവാക്യം പ്രകൃതി സബ്കാ ഘർ അല്ലേ. അപ്പൊ നിങ്ങൾ സന്ദേശവാക്യം ഒന്നുകൂടെ എഴുതുക. ഇവിടെ ഒന്നുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. അത് കൂടാതെ ഒന്നും കൂടെ എഴുതണം. പിന്നെ ഒരു പിക്ചറും കൂടെ വരയ്ക്കണം. എന്നിട്ട് ബോക്സ് വരച്ച് വൃത്തിയായിട്ട് ചെയ്യാം. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ചെയ്തതെന്ന് കരുതുന്നു. സബ്കാ സ്വാഗതം വെച്ചിട്ടല്ല ഈ പോസ്റ്റർ ചെയ്യേണ്ടത്. സന്ദേശവാക്യം മാത്രം എഴുതി പിക്ചർ വരച്ചിട്ട് ചെയ്യാം. മനസ്സിലായോ? പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് എഴുതാം. പിന്നെ എന്ത് എഴുതാം? പ്രകൃതി കി സുരക്ഷ ഹമാരി രക്ഷ അല്ലേ. അതുപോലെ നിങ്ങൾ പ്രകൃതിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ എഴുതാ. പേട് ലഗാവോ, പൗധ ലഗാവോ, പേട് ലഗാവോ, ജാൻ ബച്ചാവോ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു വാക്യം കൂടെ, ഒരു സന്ദേശവാക്യം കൂടെ എഴുതുക. ഇതിൽ തന്നിട്ടുള്ള ഈ സന്ദേശവാക്യം എഴുതുക, പിക്ചർ വരയ്ക്കുക, എന്നിട്ട് ബോക്സ് വരച്ച് പോസ്റ്റർ നന്നായിട്ട് ചെയ്തവർ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ജഡ്പഡ് ഓർ നടുക്കട് കഹാനിക്ക ഏഹ് അംശ പഠേ, 15 മുതൽ 18 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് എഴുതാൻ പറഞ്ഞത്. നമൂനയ്ക്ക് അനുസാർ ലിഖിയേ, മാതൃക അനുസരിച്ച് എഴുതാൻ. വളരെ സിമ്പിൾ ആണ്. ജഡ്പഡ് ഓർ നടുക്കട് ദൗഡ്തേ ഹേ, ജഡ്പഡ് തൈർത്താ ഹേ, ജഡ്പഡ് തൈർത്താ ഹേ എന്നതിന് ഇവിടെ ജഡ്പഡ് തൈർ രഹാ ഹേ. ഉണ്ടോ? ഈ താക്ക് പകരം എന്താണ്? രഹ എന്ന് ചേർത്തു. വളരെ സിമ്പിൾ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണിത്. ആ ക്വസ്റ്റ്യനിൽ, ആ മാതൃകാ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് ഇത് സിമ്പിൾ ആയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ താ എന്നുള്ളത് രഹ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? തേ എന്ന് വരുമ്പോ എന്താണ്? രഹേ ഹേ, അതാണ് മാറ്റം വരിക. ചെടുപ്പട് ഓർ നടുക്കട് ദൗഡ്തേ ഹേ എന്നുള്ള എങ്ങനെ വരും? ദൗഡ് എന്ന് എഴുതുക, പിന്നെ രഹേ ഹേ എന്ന് എഴുതുക. ഓക്കെ. ഇനി അടുത്തത്, പ്യാർ കാ സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹെ? സ്നേഹ്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഗുസ്സ ആനെ പർ ഭി ജഡ്പടിനെ നടുക്കടുക്കോ നഹി മാരാ ക്യോ? ദേഷ്യം വന്നു എങ്കിലും ജഡ്പട് നടുക്കടിനെ അടിച്ചില്ല. എന്തുകൊണ്ട്? അവന്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടതുകൊണ്ടാണല്ലേ അടിക്കാതിരുന്നത്. ഈ പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും അത്. എന്തുകൊണ്ടാണ്? ജഡ്പട് ഇത്തന ഗുസ്സ രഹാ കി, എന്തുകൊണ്ടാണ്? ജഡ്പട് കോ ദോ ജാപട് ലഗാനെ പർ ജഡ്പട് ഇത്തന ഡരാ. ജഡ്പട് ഇത്തന ഡരാ और घबराया हुआ था, उसे छोटे भाई पर प्यार आ गया. ജഡ്പട് വളരെയധികം ഭയത്തോടെയാണ് നിന്നത്, അതുകൊണ്ടാണ് അവൻ അടിക്കാതിരുന്നത് അല്ലേ. ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ, അത് എഴുതിയാൽ മതി. ഇനി അടുത്തത് നോക്കാം. जड़पड़ ने नदी में कूद कर नടുക്കട് को बचाया, जड़पड़ की उस दिन की ഡയറിയിലേക്ക്. ജഡ്പടിന്റെ ഡയറി ഏതാ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണല്ലേ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ തന്നതാണ്. ജഡ്പട് നദിയിൽ വീണു,
അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി. ആര്? സോറി, നടുക്കടാണ് നദിയിൽ വീണത്. ജഡ്പഡ് അവനെ രക്ഷപ്പെടുത്തി. ആ ദിവസം ജഡ്പഡ് എഴുതിയ ഡയറി മാത്രമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, കോൺവെർസേഷൻ മാത്രമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എഴുതിയവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് കഹാനിക്ക് ആധാർ पर सही मिलान करें और क्वेश्चन ആണ് नड़कड़ बड़े को गिट्टी पौराना सिखाता है, माम चड़पड़ को उपदेश देती है, बतखें तालाब में पानी में तैरती है, चड़पड़ नदी में छोटे को बचाता है. ഇങ്ങനെയല്ല എല്ലാവരും എഴുതിയത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കോഷ്ടക് സെ ഉചിത് ശബ്ദ ചുൻകർ റിക്ത സ്ഥാൻ കി പൂർത്തി കരി. അതായത് ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ശബ്ദ്, അത് എവിടെയാണോ ചേർക്കേണ്ടത് ഉചിതമായ സ്ഥലങ്ങളിൽ ചേർക്കാനാണ് പറഞ്ഞത്. നോക്കാം. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യക്കെ സുപ്രസിദ്ധ കഥാകാർ ഹെ. പ്രേംചന്ദിന് ഗോദാൻ, വരദാൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി മുതലായവയൊക്കെ അദ്ദേഹത്തിന്റെ നോവലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതില് പ്രേംചന്ദ് ഹിന്ദി സാഹിത്യക്കെ സുപ്രസിദ്ധ കഴിഞ്ഞിട്ട് കഥാകാർ എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. അടുത്തത് ഉനക്ക അനശ്വർ ഉപന്യാസ് ഹേ ഗോദാൻ. यह होरी नामक एक ग्रामीण किसान की कहानी है. उसमें उन्होंने भारत की तत्कालीन सामाजिक व्यथा का चित्रण किया है. प्रेमचंद की सहज और सरल भाषा पाठकों को आकर्षित करती है. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എഴുതിയത്? എല്ലാവരും നിങ്ങൾ എഴുതിയ ആൻസർ എങ്ങനെയാണോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? സിമ്പിളായിരുന്നോ? ഡയറി എഴുതാൻ നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെട്ടോ? നിങ്ങൾ ഏതാണ് ചെയ്തത് ഒന്നെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്തതും ഇതുപോലെ തന്നെയാണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.